സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണം. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന തോതിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ 7 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകാം. വിജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതീവ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. ജില്ലകളിൽ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് അങ്ങനെ തരം തിരിച്ച് നൽകിയിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നു. ഇന്ന് പൊതുവെ തലസ്ഥാന നഗരിയിലെ കാലാവസ്ഥ എന്താണ്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, എന്തൊക്കെ മുന്നറിയിപ്പുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം വിജിൻ? ജിൻസി, എന്തായാലും തലസ്ഥാന നഗരിയിൽ നല്ല കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഏകദേശം ഒരു ഓണമൊക്കെ വരാറായതിൻ്റെ ഒരു പ്രതീതി നിലവിൽ ഈ തലസ്ഥാന നഗരിയിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. മഴ തീരെയില്ല. ഇന്നലെയും ചെറിയ രീതിയിലുള്ളൊരു ചാറ്റൽ മഴ മാത്രമാണ് അനുഭവപ്പെട്ടത്. എന്തായാലും അതിന് കൂടുതലുള്ള മഴ മലയോര മേഖലകളിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും ഇന്ന് ഈ മധ്യ കേരളത്തിന് അങ്ങോട്ട്, അതായത് വടക്കൻ കേരളത്തിലേക്കാണ് കൂടുതൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള റെഡ് അലേർട്ടുകൾ ഒക്കെയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒക്കെയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ അലേർട്ടുകളിൽ അല്പസമയത്തിനകം മാറ്റമുണ്ടാകും. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ അക്കാര്യത്തിലുള്ള അലേർട്ടുകൾ ഉടനെ തന്നെ 10 മണിയോടുകൂടി തന്നെയാണ് പ്രഖ്യാപിക്കുക. ഇപ്പോൾ നിലവിൽ എന്തായാലും ശക്തമായ മഴ വരുന്ന ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ്. ഏകദേശം 60 കിലോമീറ്ററിന് മുകളിലുള്ള ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ ഈ ശക്തമായ മഴ പ്രവചിക്കപ്പെട്ട ജില്ലകളിൽ അതിന് മത്സ്യബന്ധനത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അങ്ങനെ മറ്റ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും ഇതേ രീതിയിലുള്ള അലേർട്ടുകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മഴ തീരെ ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ജിൻസി.